നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇടതുമുന്നണി വിടണമെങ്കിൽ ഇപ്പോൾ വിട്ട് ഇറങ്ങണം. ജോസ് കെ മാണിക്ക് UDF അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. 2026 ജനുവരി മാസം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വേണമെങ്കിൽ LDF വിടാം എന്നുള്ള ആലോചനയിലായിരുന്നു ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്. എന്നാൽ അത് സാധ്യമല്ലെന്നും ഇടതുമുന്നണി വിട്ടിറങ്ങണമെങ്കിൽ ഇപ്പോൾ ഇറങ്ങണമെന്നുമാണ് UDF നേതൃത്വം ജോസ് കെ മാണിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. കാരണം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDFന് വലിയൊരു മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാമെന്ന് ജോസ് കെ മാണി കണക്ക് കൂട്ടുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDFന് കാര്യമായ അല്ലെങ്കിൽ ആശാവഹമായ രീതിയിൽ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ 2026 ഭരണം പിടിക്കുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിരിക്കുമെന്നും അദ്ദേഹം കരുതുന്നു. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് UDFിലേക്ക് എത്തിച്ചേരുന്നതാണ് അഭികാമ്യമെന്നാണ് ജോസ് കെ മാണി കരുതുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDFന് വൻ നേട്ടവും വൻ മുന്നേറ്റവും ഉണ്ടായാൽ പിന്നെ ഭരണം ഉറപ്പാണല്ലോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് പതിയെ UDFിലേക്ക് ചേക്കാറാമെന്നായിരുന്നു ഇതുവരെ ജോസ് കെ മാണിയുടെ ചിന്ത, അല്ലെങ്കിൽ ഇതുവരെ ജോസ് കെ മാണി എടുത്ത നിലപാട്. കത്തോലിക്ക ബിഷപ്പുമാരോടും അദ്ദേഹം ഇക്കാര്യം തന്നെ പറഞ്ഞിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് UDFിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കാമെന്ന്. എന്നാൽ UDF നേതൃത്വമാകട്ടെ ഒരു മുഴം മുമ്പേ അറിഞ്ഞു. ഇടതുമുന്നണി വിട്ടിറങ്ങണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാൻ കഴിയില്ലെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ജോസ് കെ മാണിയുടെയും മറ്റൊരു ഘടകകക്ഷിയുടെയും പിന്തുണയും സഹായവും ഇല്ലാതെ തന്നെ UDFന് 2026 അധികാരം പിടിക്കാമെന്നുമാണ് UDF നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇടതുമുന്നണി വിടണമെന്നും, എന്ന് വെച്ചാൽ ഏതാണ്ട് 2025 മെയ് ജൂൺ മാസത്തോടെ ഇടതുമുന്നണി വിട്ട് ഇറങ്ങി UDFിൻ്റെ ഘടകകക്ഷി ആകണമെന്നും, അങ്ങനെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടെന്നുമാണ് UDF നേതാക്കൾ ജോസ് കെ മാണിക്ക് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ കുഴപ്പിച്ചത്. കാരണം 2026 UDFന് ഭരണം കിട്ടിയില്ല എന്നിരിക്കട്ടെ, പിണറായി ഭരണം അല്ലെങ്കിൽ CPM ഭരണം മൂന്നാം വട്ടവും തുടർന്നു എന്നിരിക്കട്ടെ, അതോടുകൂടി കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി അസ്തമിക്കും. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാത്രമല്ല, കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളെല്ലാം കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടും. അപ്പോൾ UDFന് ഭരണം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ജോസ് കെ മാണി ഇടതുമുന്നണി വിട്ട് UDF പാളയത്തിലേക്ക് വരൂ. എന്നാൽ അത്തരത്തിലൊരു ഭാഗ്യാന്വേഷിയായിട്ട് അല്ലെങ്കിൽ തൻ്റെ അവസരം വരുന്നവരെ കാത്തുനിന്ന് അത്തരം ട്രിപ്പീസ് കളിക്കൊന്നും ഇവിടെ ഇപ്പോൾ സ്ഥാനമില്ലെന്നും, UDFിൽ ചേരണമെങ്കിൽ അന്തസ്സായി ഇപ്പോൾ മന്ത്രി സഹിതം രാജിവെച്ച് ഇറങ്ങണമെന്നുമാണ് UDF നേതൃത്വം ജോസ് കെ മാണിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഇത് അദ്ദേഹത്തെ വളരെ ധർമ്മസങ്കടത്തിലാക്കി. കാരണം ഭരണത്തിന് ഇനിയും 1.25 വർഷത്തോളം കാലാവധിയുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിനാകട്ടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പിണറായി സർക്കാരിലെ മന്ത്രി റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിനാകട്ടെ ഇനിയും തൻ്റെ കയ്യിലുള്ള 1.25 കൊല്ലമുള്ള മന്ത്രിസ്ഥാനം കളയാൻ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ല എന്ന് ജോസ് കെ മാണി അറിയിച്ചിട്ടുണ്ട്. ഇനി ജോസ് കെ മാണി അങ്ങനെ UDFിലേക്ക് പോവുകയാണെങ്കിൽ പോയിക്കോ, ഞാനതായാലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് റോഷി അഗസ്റ്റിൻ നിൽക്കുന്നത്. കാഞ്ഞിരപ്പള്ളി MLA ആയ ചീഫ് വിപ്പായ ഡോക്ടർ N ജയരാജും അതേ പാതയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UDFിലേക്ക് പോകാൻ യാതൊരു മാർഗവും ജോസ് കെ മാണിയുടെ മുന്നിലില്ല. എന്നാൽ ഇപ്പോൾ LDF വിട്ട് ഇറങ്ങാതെ UDF അദ്ദേഹത്തെ എടുക്കുകയുമില്ല. അക്ഷരാർത്ഥത്തിൽ മാണിപുത്രൻ ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ്.